ഹൃദയാഘാതം വന്ന് ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ നാട്ടിൽ മരിക്കുന്നുണ്ട്. സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ധാരാളം ആളുകൾ ഇങ്ങനെ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ ഹൃദയാഘാതം കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളതാണ്. അതായത് ഹൃദയാഘാതത്തിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൃദയാഘാതം എന്ന് സംശയം തോന്നിയാൽ 1 മണിക്കൂറിനകം ഹൃദയാഘാതത്തിന് ചികിത്സയുള്ള, അതായത് കാർഡിയാക് ICU ഉള്ള ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. പലപ്പോഴും ആ നിബന്ധന നടക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഹൃദയാഘാതം ഉണ്ടായാലും പലരും അത് ഹൃദയാഘാതം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നില്ല. അതായത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളെ പലപ്പോഴും മറ്റു രോഗങ്ങളുടെ ലക്ഷണമാകാം എന്ന് നമ്മളത് കരുതുന്നു. അപ്പോൾ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ ചികിത്സ വൈകുന്നു. അത് പലപ്പോഴും അപകടത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു 45 വയസ്സുള്ള യുവാവ് ശബരിമലയ്ക്ക് പോയി തിരിച്ചു പമ്പയിൽ വന്നപ്പോൾ ഹൃദയാഘാതം ഉണ്ടായി. ആ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. വഴിമധ്യേ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതായത് ആദ്യത്തെ ഹൃദയാഘാതം ഉണ്ടായി 1 മണിക്കൂറിനകം കാർഡിയാക് ICU ഉള്ള ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ രോഗി മരിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഹൃദയാഘാതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചുവേദനയാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. അതായത് നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുവശത്ത് ഉണ്ടാകുന്ന വേദനയാണ്. അത് അതിശക്തമായ വേദനയായിരിക്കാം. ചിലപ്പോൾ ഒരു ഭാരം നെഞ്ചിൽ കയറ്റി വെച്ചതുപോലെയുള്ള വിമ്മിഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ വേദന അല്ലാതെയാണ് മിക്കപ്പോഴും ഇന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പോൾ നെഞ്ചിന് വേദന ഇല്ലാതെ മറ്റു പല ലക്ഷണങ്ങളോടും കൂടി നമുക്ക് ഹൃദയാഘാതം വന്നെത്താം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം, അല്ലാതെയും ആകാം. പക്ഷെ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം അല്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കരുത്. അവ ഏതൊക്കെയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഒക്കെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതിനെപ്പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകണം. 5 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അല്പം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനം അകാരണമായ വിയർപ്പുണ്ടാകുക എന്നുള്ളതാണ്. വേനൽക്കാലത്ത് നമ്മളെ വിയർക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഠിനമായ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങളെ വിയർക്കും. അല്പം സ്പീഡിൽ നടക്കുകയോ അല്ലെങ്കിൽ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വിയർത്തുന്നിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരു കാരണവുമില്ലാതെ നിങ്ങളെ വല്ലാതെ വിയർക്കുന്നുവെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ECG എടുത്ത് അത് ഹൃദയാഘാതം അല്ല എന്ന് വിലയിരുത്തണം. എൻ്റെ ഒരു സുഹൃത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. വീട്ടിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ വേർത്തു. അല്പം വേനൽക്കാലമായിരുന്നു. അദ്ദേഹം അത് ഓർത്തു, ആ വേനൽക്കാലത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം വേർത്ത് എന്ന് ഓർത്തു. അദ്ദേഹം വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു. ബാത്റൂമിൽ കയറി അദ്ദേഹം കുളിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പിന്നെയും വേർക്കാൻ തുടങ്ങി. വീണ്ടും അദ്ദേഹം ബാത്റൂമിൽ കയറി കുളിച്ചു, തിരിച്ചു വന്നു. അന്നേരത്തിന് അദ്ദേഹത്തിന് അല്പം ക്ഷീണം തുടങ്ങി. ഉടനെ ഡ്രൈവറെ വിളിച്ചു. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അകാരണമായ വിയർപ്പ് ഉണ്ടായത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ നമ്മുടെ ശരീരം വേർക്കുന്നുവെങ്കിൽ അത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ കഠിനമായ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടായെന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യമായ അസുഖങ്ങൾ, ഉദാഹരണം ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുള്ളപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നാം. പക്ഷേ യാതൊരു കാരണവും ഇല്ലാതെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ജോലി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ക്ഷീണം ഉണ്ടാകുന്നു, അത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാകാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണ്.
നിങ്ങൾക്കറിയാം പലർക്കും ഇന്ന് ഗ്യാസിൻ്റെ അസുഖമുണ്ട്, അസിഡിറ്റിയുടെ അസുഖമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ മനം മറിച്ചിലോ അല്ലെ ചിലപ്പോൾ 1-2 പ്രാവശ്യം ഛർദിയോ അല്ലെ വയറ് കമ്പിക്കലോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇങ്ങനെ അസിഡിറ്റിയുടെ രോഗമില്ലാത്ത ഒരാൾക്ക് അല്ലെ ഗ്യാസ് ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത ഒരാൾക്ക് കടല, പരിപ്പ് തുടങ്ങിയ കഴിച്ചാൽ ചിലർക്ക് ഗ്യാസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള യാതൊരു കാരണവും ഇല്ലാതെ വയറിൻ്റെ മുകൾ ഭാഗത്ത് വയറ് കമ്പിക്കുന്നു, ഗ്യാസ് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ വരുന്നു, ചെറിയ വേദന വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം. പലരും അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ആൻറ്റാസിഡ് ഗുളികകളോ അല്ലെങ്കിൽ അതിൻ്റെ സിറപ്പോ മേടിച്ച് കഴിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം എന്ന ഒരു അറിവ് അവരുടെ മനസ്സിലുണ്ടാകണം. അവരത് പ്രായോഗികമാക്കുകയും ചെയ്യണം അങ്ങനെ സംഭവിക്കുമ്പോൾ. പിന്നെ 4-മത്തെ കാര്യം നമുക്ക് വിമ്മിഷ്ടം ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാകുക. ഒരാൾക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നത് ചിലപ്പോൾ ആസ്മ രോഗിയാണെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാകും. നിങ്ങൾക്ക് ചുമ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂമോണിയ ബാധിച്ചാൽ ചിലപ്പോൾ ശ്വാസം മുട്ടലുണ്ടാകും. അങ്ങനെ ശ്വാസം മുട്ടലുള്ളവർ അല്ലെ വീസിങ് ഉള്ളവരെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണ്. ചിലപ്പോൾ ശ്വാസം മുട്ടൽ വേണമെന്നില്ല, ഒരു വിമ്മിഷ്ടം മാത്രം മതി, അതും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് മറ്റൊന്നുണ്ട്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചിൻ്റെ നടുഭാഗത്തുണ്ടാകുന്ന വേദന അല്ലെ നെഞ്ചിൻ്റെ ഇടതുവശത്തുണ്ടാകുന്ന വേദനയാണ് എന്നാണ്. പക്ഷേ ഈ വേദന നെഞ്ചിൻ്റെ നടുക്കോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഇടതുവശത്തോ ഒന്നും വേദന ഉണ്ടാകാറില്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ വേദന ഉണ്ടാകാം. ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഇടതേ കയ്യിൽ മാത്രം വേദന വരുന്നു, അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ചിലപ്പോൾ വലതേ കയ്യിലായിരിക്കാം വേദന ഉണ്ടാകുന്നത്, അതും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഇടതേ തോളിനായിരിക്കാം വേദന വരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നെഞ്ചിൻ്റെ പുറകുവശത്ത് നിങ്ങൾക്ക് വേദന വരാം, ചിലപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ വേദന വരാം. പല്ലിനുണ്ടാകുന്ന വേദന വരെ ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നെഞ്ചിൻ്റെ നടുഭാഗത്തോ നെഞ്ചിൻ്റെ ഇടതുവശത്തോ അല്ലാതെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോ 2 കൈകളിലോ ഇടത് കൈയുടെ ഉൾവശത്തോ തോളിലോ പെടലിക്കോ ഒക്കെ ഉണ്ടാകുന്ന വേദനകൾ ചിലപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതുപോലുള്ള വേദനകൾ ഉണ്ടാകാം. എങ്കിലും അത് മറ്റു കാരണങ്ങളാണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കരുത്. അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ലക്ഷണങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് അകാരണമായ വിയർപ്പ്, അകാരണമായ ക്ഷീണം, അകാരണമായി നമ്മുടെ വയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥത, പ്രത്യേകിച്ച് വയറിന് മോൾഭാഗത്തുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന വിമ്മിഷ്ടം, ശ്വാസം മുട്ടൽ, പിന്നെ നെഞ്ചിൻ്റെ നടുഭാഗത്ത് അല്ലാതെ ഉണ്ടാകുന്ന കൈകളിലോ തോളത്തോ കഴുത്തിൻ്റെ പുറകിലോ ഒക്കെ ഉണ്ടാകുന്ന വേദനകൾ. അപ്പോൾ ഇങ്ങനെ ഈ 5 കൂട്ടം ലക്ഷണങ്ങൾ നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 1 മണിക്കൂറിനകം തന്നെ കാർഡിയാക് ICU ഉള്ള ആശുപത്രിയിൽ രോഗിയെ എത്തിച്ചാൽ നമുക്ക് ആ ആളിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. വളരെ വിലപ്പെട്ട ഈ അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. മറ്റെല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.